ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ദുനൈ വില്ലേജിൽ എത്താൻ വേണ്ടിയിട്ടുള്ള റൂട്ടാണിത്. കുറച്ച് കല്ലുകൾ വീണിട്ടുണ്ട് പറഞ്ഞിട്ട് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. ഇതാണ് നമ്മൾ വണ്ടി നിൽക്കുന്ന ലൊക്കേഷൻ. ഞാൻ ഭായ് കേസേ ലൊക്കേഷൻ കേസേ? രാവിലെ തന്നെ സ്റ്റെക്കാണല്ലോ ബ്രോ. രാവിലെ തന്നെ റോഡ് പോയി. കുറച്ച് കല്ല് മാറ്റാനേ ഉള്ളൂ. വിനായക എങ്ങനെയുണ്ട് കല്ല് എടുത്തിടുമ്പോൾ? ഇതെങ്ങനെ പിടിക്കുക? രാവിലത്തെ വർക്കൗട്ട് ഇവിടെ എങ്ങനെയാണ്? കല്ല് പിടി. ഞാൻ വ്ളോഗറാ. എടാ നോക്കേ ഗൈസ്, എന്നാ ഈ വലിയ കല്ലൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വരാം. രണ്ട് പേരുണ്ട് ഇവിടെ. അപ്പുവല്ലെന്നാ പല്ലേക്കാൻ നിതാൽജി. പിന്നല്ല, നല്ല നല്ല മലയോര വെള്ളത്തിൽ നിന്ന് പല്ല് തേച്ച് വരാം. പല്ല് തേക്കാം. വിനായക കുളിക്കാൻ പോയിന്ന്. വിനായക തണുപ്പുണ്ടോ? ഈ ആടിനെ കണ്ടോ മുകളില്? ആടിനെ കണ്ടോ? ആട് അതാടാ ലെഫ്റ്റ് മുകളിലോട്ട് നോക്ക്. ബ്രീഡാണല്ലോ മറ്റേ സാധനം. ഇതാൽ പേസ്റ്റ് എടുത്തുക്കോ. വൈൽഡ് ലൈഫ്. അതെ അതെ, ഗോൾഗേറ്റും ഉണ്ട്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയൊക്കെ വാ. ഓ ഇവിടുന്ന് എടാ ഇവിടെ വാടാ. ഇതോക്ക് ഇങ്ങോട്ടാ. ഇവിടെ വാ. ഇവിടെ കിടിലം പൂളുണ്ട്. ഇവിടെ മൂട് സാധനം ഉണ്ട്. ഇവിടെ അതിന്റെ അടിയിൽ ഇരുന്നാ മതി. നമുക്ക് ഇറങ്ങണോ? ഞാനൊന്ന് കുളിച്ച് മാറ്റേനി. വിനായക ഇവിടെ മൂടാടാ. ഞാനും ഇറങ്ങാം. അണ്ടർവെയറിലിട്ട് ഇറങ്ങിയാലേ ഇന്നെ ഉള്ളിൽ നിന്ന് എടുത്താ പോരെ. എന്തായാലും ഇപ്പൊ പഞ്ചറൊക്കെ അടിച്ചിട്ടേ പോവും. അവിടെ ഇടം പോയി ഇരിക്കടാ. ഹായ് നാട്ടുകാരെ, നിങ്ങൾ അന്യനാട്ടിലാണുള്ളത്. പെട്ടു, റേഞ്ചില്ല, ടയറ് പഞ്ചറ്. കറക്റ്റ് എടുത്ത് പെട്ടോണ്ട് സീനില്ല. നദിയുണ്ട്. 5-6 ദിവസം ഇവിടെ തന്നെ നിൽക്കാം. സിമ്പിൾ എന്നാ പിന്നെ മാഗി ഉണ്ടാക്കി തിന്നല്ലേ. ബോയിൽഡ് എഗ്സ് അല്ലേ. മാഗി പിന്നെ ആക്കാം. ഇതൊക്കെ ഭാഷ അറിയാം. പിന്നെ പടി ലേശം ഉപ്പിട്ടിനെങ്കിൽ ലേക്ക് പോകുന്ന റൂട്ടുണ്ട്. അവിടെ പണ്ടൊരാള് ഉപ്പിട്ടുണ്ടോ വെള്ളം മറ്റേത് ഉപ്പിടുന്നു. പണ്ട് ഒരു ലോറി ഡ്രൈവർ എടാ അതെന്താ എല്ലാരും വന്നേ? കൊത്തല്ലേ ഓ
വില്ലേജ് വൈബ്. നീ അങ്ങനൊക്കെ പറഞ്ഞ സമാധാനിക്കാന്ന്. ഇത് വേറെ വീടാണ്. ലോക്ക് കിട്ടുമ്പോഴുള്ള മൂടുണ്ടല്ലോ ഒരിക്കലും കിട്ടൂല. പട്ടി ലോക്കായി പോണം. എന്നിട്ട് ഇപ്പൊ ഒരു ലിഫ്റ്റ് കിട്ടുന്നത് അത് നമുക്കുള്ള വകുപ്പ് വരും. കുറച്ച് ക്ഷമിക്കുക, കിട്ടിയത് എൻജോയ് ചെയ്യണം. ചിലപ്പോ രാത്രി വരെ നിൽക്കേണ്ടി വരും, ചിലപ്പോ നാളെ വരെ നിൽക്കേണ്ടി വരും. പൊട്ടിക്ക് അവസരം വരും. അതെ. മറ്റേ ഇതുമാരിണ്ട്. എന്ത് ഒരു പെണ്ണില്ലേ, ഒരു നല്ല ജാപ്പനീസ് പെണ്ണ്. ഓള് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കും. സൗണ്ട് ഒന്നും നല്ല ഭംഗിയുള്ളൊരു പെണ്ണ്. അയോളെ വീഡിയോ എനിക്കിത് വേണോ? വളം നടാൻ വേണ്ടി വരുമോ? എന്ത് മുട്ടത്തോട് വളം ഇവിടെ ഇല്ലാത്ത വളമില്ല അപ്പോഴാണ് എൻ്റെ മുട്ടത്തോട്. നദീർ ഭായിന്റെ വക ഡെക്കറേഷൻ ആണ്. ഒരാൾക്ക് ഒരു പീസാ, 2 പീസ്. എടാ കുരുമുളക് ഇട്ട് വെച്ചോക്കെ കുറച്ച്. കുരുമുളക് ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ അതാ പറഞ്ഞത്, മറന്നുപോയി. നല്ല കുറച്ച് സാധനത്തൊക്കെ ഇട്ട് കഴിഞ്ഞാല് ആഹാ മക്കളെ. ഓ സെറ്റ്. ചായക്ക് വെള്ളം ചൂടാക്കാൻ തിളപ്പിക്കാൻ വെച്ചു. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്വല്പം പഞ്ചസാര. ഒന്നും കൂടിയാവാം. കൂടിപ്പോയോ? ഞാൻ ഇപ്പൊ പോയേനെ. ഐസ്ക്രീമിന്റെ ഇതിലൊക്കെ ഐസ്ക്രീമിന്റെ വീട്ടിൽ ഞങ്ങളെ കുറച്ച് സ്പെഷ്യൽ സാധനം കണ്ടാ. ഏലക്കായി മിക്സ് ചെയ്ത സാധനം സെറ്റാണ്. ഇനിയിപ്പോഴാ ഇടുക? ഇത് തൽക്കണ ചായപ്പൊടി ഇട്ടു. ഇനി ഓരോരുത്തർ അപ്പന ഗ്ലാസ് ആയിട്ട് വരാം. അപ്പന ഗ്ലാസ് ആയിട്ട് വന്നാൽ ചായ ഇട്ടു. ഓക്കെ സെറ്റ്. ചായ 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 ജോ 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 ജോ. ഞാൻ പറഞ്ഞു കൈ കുടുങ്ങി. ഗ്ലാസ്സാണല്ലോ ബ്രോ. ഒഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലല്ലേ ഇതില്. മുപ്പതി നോക്കി ചിരിക്കുന്നുണ്ട്. ഇവൻ ഏതടാന്ന്. ഓ സെറ്റ് ഇട്ടാ ഏലക്കായി കണ്ട്. ഇവിടെ ക്ലോസ് 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 ഒരു ഫോട്ടോ. ഉപ്പിട്ടപ്പോ സെറ്റ് ആയിട്ടോ. ഇപ്പൊ ഉപ്പിട്ടില്ലെന്നാണ് ഒരു ദിവസം ഉണ്ടത്. ഇവിടാണ് ഗൈസ് നമ്മൾ സ്റ്റെക്കായത്. ഇതാണ് ബാത്റൂം. കിടിലം വ്യൂ. ബാത്റൂമിൽ നിന്നുള്ള വ്യൂ കണ്ടാൽ ഞങ്ങൾ ഞെട്ടും. ബാത്റൂമിൽ ഇരുന്നിട്ട് ഈ ഇത് കണ്ടോ, ആ ഓട്ട ഉണ്ടോ, അതിന്ന് കാണുന്ന വ്യൂ ആണ് ഈ വ്യൂ. ഇതിൻ്റെ മോന് സീൻ വ്യൂ. ആ വ്യൂ കണ്ട് ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കാം. പിന്നെ എണീക്കില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു തൂക്കുപാലവും ഇതൊക്കെ ഉണ്ട്. ഒന്ന് പോയി നോക്കാം. കേട്ടോ പോലെ കുടില്. എടാ കുക്ക് ചെയ്യണ്ട അതിൻ്റെ ഉള്ളില്. എടാ ഇവിടെയൊക്കെ കുറേ ഇതുണ്ടല്ലോ. കാട്ട വായ ഉണ്ടല്ലോ ഇവിടെ. ഓ സീന് വ്യൂ. ഒക്കെ അടിച്ചു. പെണ്ണുങ്ങളുണ്ടേനും ഇവിടെ. ഫോട്ടോ खींचने അള്ളിയ മൂട് ഒരേ വിഷയം. അങ്ങോട്ട് നോക്കി. അവിടേക്ക് നോക്കിയാൽ വ്യൂ, ഇങ്ങോട്ട് നോക്കിയാൽ വ്യൂ, ഇങ്ങോട്ട് നോക്കിയാൽ വ്യൂ.
അങ്ങോട്ട് നോക്കിയ വ്യൂ, വ്യൂയോട് വ്യൂ. അളക്കല്ലേ ഈ പറയണ എന്താ കേക്കുണ്ടാവോ? ഇന്റെ മോനത് നോക്കടാ. അല്ലേ കറക്റ്റാ ലൈനില്ലേ എങ്ങനെ? അവിടെ നോക്ക്, അയ ഹട്ടോക്ക്, അയ അറ്റത്തുള്ള ഹട്ട് അതാ എന്റെ ബാക്കിൽ നേരെ. ഒന്ന് 2-3 പിക്ക് എടുത്തിട്ട് വരാം. ഇടിരൻ ഒരു ട്രയൽ കണ്ടപ്പോൾ നടന്നു നോക്കിയതാണ്. ഫുൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പോയി നോക്കാം. ഇതാണ് റൂട്ട്. ഇതാണ് ലൊക്കേഷൻ. എപ്പിടി ഏതോ ഗാവിലേക്കാണല്ലോ. കമ്പനിയിലിടും. വട്ടത്തിലും ചതുരത്തിലും എല്ലാത്തിലും. ഇത് സ്റ്റെപ്പിനി കേട്ടോ, പെട്ട സ്റ്റെപ്പിനി. നേരത്തെ പഞ്ചർ റെഡിയായി പോയിക്കൊണ്ടിരിക്കാനും സ്റ്റെപ്പിനി വീണ്ടും പഞ്ചർ. ഇനിയൊന്നുമില്ല. ബായി പറഞ്ഞു ഇനി ഒരു 5 കിലോമീറ്റർ ഓടുന്നു. അയ്യോ, ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ യാത്ര. അതെ, അവസാനിച്ചില്ല. ഫുള്ള് കാറ്റാ, പറയുന്നൊന്നും കേൾക്കണ്ടോ? ഷോർട്ട് കട്ട് ഉണ്ടോ നദീറ ഇവിടുന്ന് മല കയറി വിട്ടാല്? നോർമൽ വില്ലേജിൽ എത്ര 3 കിലോ. വീണ്ടും ഞങ്ങൾ മൂഞ്ചിയിരിക്കുന്നു. തൽക്കാലം നമുക്ക് വ്ളോഗ് നിർത്തി വെച്ചാലോ? അതെ, ഇനി ദുനൈ വില്ലേജിൽ എത്തിയിട്ടാക്കിയാലോ വ്ളോഗ്? ഇത് കുറച്ചപ്പുറത്ത് നടന്നാലേ ടയറിന്റെ വീടുണ്ട്. 3 കിലോമീറ്റർ നടന്ന ടയറിന്റെ വീടുണ്ട് എന്നാ പറയുന്നത്. അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂപ്പര് പോയി ടയർ റെഡിയാക്കി വരും എന്നാണ് ഡ്രൈവർ പറയുന്നത്. അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് നോക്കണം. നടക്കുകയാണ് നമ്മൾ. എന്നാണ് നമ്മൾ പോകുന്ന വഴി. വണ്ടി ഇതേ അപ്പുറം നിർത്തിയിട്ടുള്ളൂ. ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു. സ്റ്റാർട്ടിങ് ഇതുവരെ നമ്മൾ ട്രെക്ക് ചെയ്യുന്ന സ്പോട്ടിൽ എത്തിയിട്ടില്ല കേട്ടോ ഇത്രയും ദിവസമായിട്ട്. പക്ഷെ വരുന്ന വഴിയൊക്കെ ഒരു രക്ഷയില്ല. പോണ വഴിയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് അത് ഞാൻ ആസ്വദിച്ച് പോവാണ്. ഇതൊക്കെ പാർട്ട് ഓഫ് ട്രാവലിംഗ് ആണ്. അതായത് ഈ ട്രിപ്പിൻ്റെ ഭാഗമാണിത്. ഇങ്ങനെ പോയാലുള്ളൂ ഇവിടെ എത്തുള്ളൂ. ഈ ദുനൈ എന്ന് പറഞ്ഞ ഈ വില്ലേജിൽ എത്തുള്ളൂ. വേറെ ഒരു റൂട്ട് ഈ വില്ലേജിലേക്കില്ല. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പിടിച്ച് വന്നാലും ഈ റൂട്ടിൽ കൂടെ തന്നെ വരാൻ പറ്റുള്ളൂ. അല്ല പിന്നെ ഹെലികോപ്റ്റർ പിടിച്ച് വരേണ്ടി വരും. കഷ്ടപ്പെടും മല. അപ്പോൾ ദുനൈ വില്ലേജിൽ എത്തിയിട്ട് കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി എന്തെങ്കിലും വിഷ്വൽസ് കിട്ടിയാൽ അതിടാം. ഓരൊക്കെ നടന്നതാ ഇവിടെത്തി. ഞാനും ഇതാലും ഇതാ കുറച്ച് ബാക്കിലേക്ക് പോയി. അപ്പം ശരി, ദുനൈയിലെത്തിയാൽ കാണാം. ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം.
മിക്കവാറും ഈ വ്ളോഗ് കൂടെ മിക്കവാറും